ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പുതിയ നിയമവചന ധ്യാനം ക്ലാസ് 69. സ്ലീഹന്മാർ നടപടി 5-ാമത്തെ അധ്യായം 17 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ. എന്നാൽ മഹാപുരോഹിതനും അവന്റെ പക്ഷക്കാരായ സദുക്കായ മതവിഭാഗവും അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പസ്തോലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. രാത്രി കർത്താവിന്റെ മാലാഖ കാരാഗ്രഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി ദേവാലയത്തിൽ നിന്ന് ഈ ജീവന്റെ വചനങ്ങളെല്ലാം ജനത്തോട് പ്രസ്താവിക്കുവിൻ. അവർ ഇത് കേട്ട് പുലർച്ചെ ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. മഹാപുരോഹിതനും കൂടെയുള്ളവരും വന്ന് ന്യായാധിപ സംഘത്തെയും ഇസ്രായേൽ മക്കളുടെ കാര്യാലോചന സമിതിയിലെ എല്ലാവരെയും വിളിച്ചുകൂട്ടി അവരെ കൊണ്ടുവരാൻ ജയിലിലേക്ക് ആളയച്ചു. ആ സേവകർ ചെന്നപ്പോൾ അവരെ കാരാഗ്രഹത്തിൽ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് വിവരം അറിയിച്ചു. കാരാഗ്രഹം നല്ല ഭദ്രമായി പൂട്ടിയിരിക്കുന്നതും കാവൽക്കാർ വാതിൽക്കൽ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു. എന്നാൽ തുറന്നപ്പോഴോ അകത്ത് ആരെയും കണ്ടില്ല. ഈ വാക്കുകൾ കേട്ടിട്ട് ദേവാലയത്തിൽ പടനായകനും മഹാപുരോഹിതന്മാരും ഇതെന്തായിത്തീരും എന്ന് അവരെക്കുറിച്ച് അന്താളിച്ചു. അപ്പോൾ ഒരുത്തൻ വന്ന് അവരെ ബോധിപ്പിച്ചു, നോക്കൂ, നിങ്ങൾ തടവിലാക്കിയ പുരുഷന്മാർ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ജനത്തെ പഠിപ്പിക്കുന്നു. അപ്പോൾ പടനായകൻ സേവകരുടെ കൂടെ ചെന്ന് ബലപ്രയോഗം കൂടാതെ തന്നെ അവർ കൂട്ടിക്കൊണ്ടുവന്നു. കാരണം ജനം കല്ലെറിയുമെന്ന് അവർ ഭയപ്പെട്ടിരുന്നു. അവരെ കൊണ്ടുവന്ന് ന്യായാധിപ സംഘത്തിന്റെ മുൻപാകെ നിർത്തി. മഹാപുരോഹിതൻ അവരോട് പറഞ്ഞു, ഈ നാമത്തിൽ പഠിപ്പിക്കരുതെന്ന് ഞങ്ങൾ നിങ്ങളോട് കർശനമായി കൽപ്പിച്ചിരുന്നല്ലോ. എന്നിട്ടും നിങ്ങൾ യെരൂസലേമിനെ നിങ്ങളുടെ പ്രബോധനം കൊണ്ട് നിറച്ചിരിക്കുന്നു. ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്താൻ നിങ്ങൾ ഇച്ഛിക്കുകയും ചെയ്യുന്നു. അതിന് മറുപടിയായി പത്രോസും ശേഷം അപ്പസ്തോലന്മാരും പറഞ്ഞു, മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷകനുമായും തന്നെ വലത്ത് കൈയാൽ ഉയർത്തിയിരിക്കുന്നു. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും പിന്നെ തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു. ഇത് കേട്ടപ്പോൾ അവർ കോപാക്രാന്തരായി അവരെ ഒടുക്കിക്കളയാൻ ഭാവിച്ചു. വാസ്തവത്തിൽ ഈ തിരുവചനങ്ങൾ രണ്ടാമത്തെ മതമർദ്ദനത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തത് 4-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു കഴിഞ്ഞു. മുൻപ് ഒരു മതമർദ്ദനം 4-ാമത്തെ അധ്യായത്തിൽ വർണ്ണിച്ചു. യഹൂദരുടെ ന്യായാധിപ സംഘം വീണ്ടും ചേർന്ന് ആദിമസഭയെ പീഡിപ്പിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. മുമ്പ് ചെയ്തതുപോലെ 4-ാമത്തെ അധ്യായത്തിൽ ചെയ്തതുപോലെ സ്ലേഹന്മാരുടെ നടപടി 4-ാമത്തെ അധ്യായത്തിലും. എന്നാൽ ഈ മതമർദ്ദനത്തിൽ ചില പ്രസാദാത്മകമായ കാര്യങ്ങൾ സംഭവിക്കുന്നു. സദുക്കായരെ പ്രതിയോഗികളായി തുടരുന്നെങ്കിലും ഫരിസയരിൽ ചിലര് സഭയ്ക്ക് അനുകൂലമായി തീരുമാനമെടുക്കുന്നു, വാദിക്കുന്നു. ഗമാലിയയിലെ ഉദാഹരണം ഈ അധ്യായത്തിൽ 5:34 നമുക്കത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണുക. അപ്പൊ ചില ഫരിസയരെല്ലാം നമ്മുടെ സഭയ്ക്ക്, കത്തോലിക്ക സഭയ്ക്ക്, ആദിമസഭയ്ക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കുന്നു. ഇവിടെ നമ്മൾ ഈ തിരുവചനത്തിൽ കാണുന്ന മഹാപുരോഹിതൻ ആരാണ്? ഈ മഹാപുരോഹിത പദവിയിലായിരുന്ന കയ്യാഫാസാണ് അപ്പോഴും. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അന്നാസിനെയാണ്. 4-ാമത്തെ അധ്യായം 4:6 വ്യാഖ്യാനത്തിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അന്നാസിനെയാണ്. അന്നാസ് പിന്നെ അദ്ദേഹത്തിന്റെ മരുമകനാണ് ഈ ജോസഫ് കയ്യഫാസ്. ഈ പദവിയിൽ ജോസഫ് കയ്യഫാസ് ആണെങ്കിലും കാര്യങ്ങൾ നടത്തിയിരുന്നത് അമ്മായിപ്പനാണ് അന്നാസ്. ആ അന്നാസിനെയാണ് ഇവിടെ മഹാപുരോഹിതൻ എന്ന് ഉദ്ദേശിക്കുന്നത്. കർത്താവിന്റെ മാലാഖയാണ് ഇവരെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത്. ഈ മാലാഖമാരുടെ ഇടപെടല് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാം. ഇടപെടല്, നിർദ്ദേശം, സഹായം എന്നിവ സ്ലീഹന്മാർ നടപടി 8:26 കാണാം. 10-ാമത്തെ അധ്യായം 3-6 വാക്യങ്ങൾ കാണാം. 12-ാമത്തെ അധ്യായം 7 മുതൽ 10 വരെ വാക്യങ്ങൾ കാണാം. 12:23 കാണാം. 27, 23, 24 കാണാം. അപ്പോ മാലാഖമാരുടെ ഇടപെടല് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണുന്നുണ്ട് സ്ലീഹന്മാരുടെ ജീവിതത്തിൽ. ഈ സ്ലീഹന്മാര് തടവറയിൽ നിന്ന് രക്ഷപ്പെട്ടു. മാലാഖ പറഞ്ഞു, അവർ രക്ഷപ്പെട്ടു. അവർ ദേവാലയത്തിൽ പോയി പ്രസംഗിക്കുകയാണ്. ന്യായാധിപ സംഘത്തിന്റെ മുമ്പിലേക്കാണ് കൊണ്ടുവരുന്നത്. യഹൂദരുടെ പരമോന്നത മതകോടതിയായ സാൻഗഡൻ സംഘത്തെയാണ് ഇവിടെ ന്യായാധിപന്മാരുടെ സംഘം എന്ന് പറയുന്നത്. മഹാപുരോഹിതനും ഇസ്രായേലിലെ 70 നേതാക്കന്മാരുമാണ് ഇതിലെ അംഗങ്ങൾ. മൊത്തം 71 പേര്. പലരും ഫരിസയ വിഭാഗത്തിൽ നിന്നോ സദുക്കായ പക്ഷത്തു നിന്നോ ഉള്ളവരായിരുന്നു. 5:17, 5:34 അങ്ങനെ സൂചനയുണ്ട്. 23:6 അങ്ങനെ പറയുന്നുണ്ട്. വധശിക്ഷയൊഴികെ മറ്റ് ശിക്ഷകൾ നൽകാനുള്ള അധികാരം ഈ യഹൂദ ന്യായാധിപ സംഘത്തിന് റോമായുടെ നിയമം അനുവദിച്ചു കൊടുത്തിരുന്നു. യോഹനൻ 18:31, സ്ലീഹന്മാർ നടപടി 5:40, മർക്കോസ് 14:55 ആ സൂചനയുണ്ട്. വധശിക്ഷ കൊടുക്കാൻ പറ്റില്ല, മറ്റു ശിക്ഷകളെ കൊടുക്കാം. ഈ മനുഷ്യന്റെ നാമത്തിൽ, നസ്രത്തിലെ യേശുവിന്റെ നാമത്തിൽ സുവിശേഷം പ്രസംഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് പറയാണ്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രസംഗം കൊണ്ട് ഈ ജെറൂസലം മുഴുവൻ നിറച്ചിരിക്കുക. എന്നിട്ട് ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വീഴാനായിട്ട് നിങ്ങൾ ഇടവരുത്തുകയാണ്. യഹൂദ മതത്തിന്റെ മേലധികാരികൾക്കും റോമായുടെ ഭരണാധികാരികൾക്കുമാണ്
യേശുവിനെതിരെ വിധി പ്രസ്താവിച്ചതിന്റെയും അവനെ കൊന്നുകളഞ്ഞതിന്റെയും ഉത്തരവാദിത്വം 4:27 പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരുടെയും മേൽ വ്യക്തിപരമായ കുറ്റം എത്രയെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. പക്ഷേ യഹൂദ മതത്തിന്റെ മേലധികാരികൾക്കും റോമായുടെ ഭരണാധികാരികൾക്കും ഉത്തരവാദിത്തമുണ്ട്. ആ ഭരണാധികാരികളിലെ മേലധികാരികളിൽ ആർക്കൊക്കെ എന്തൊക്കെ ഉത്തരവാദിത്തമുണ്ട്, എത്രമാത്രമായി ഉത്തരവാദിത്തം, അത് ദൈവത്തിന് മാത്രമേ അറിയൂ. വ്യക്തികളുടെ ഉത്തരവാദിത്തം, ആ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്. റോമൻ ഭരണാധികാരികൾക്കും യഹൂദ മതത്തിന്റെ മേലധികാരികൾക്കും. അതിൽ തന്നെ ഓരോരുത്തർക്കും എത്രമാത്രം വ്യക്തിപരമായ ഉത്തരവാദിത്തമുണ്ടെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. എങ്കിലും യേശുവിനെ ക്രൂശിച്ചതിന് സംഘാതമായ ഉത്തരവാദിത്തം യെരൂസലേമിലെ കോപാവശം കൊണ്ട് ജനക്കൂട്ടം ഏറ്റെടുത്തിരുന്നു. മത്തായി 27, 24, 25 പറയുന്നുണ്ട്, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും ആയിക്കൊള്ളട്ടെ. പക്ഷെ അതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. അവര് പറഞ്ഞത് ഈ മനുഷ്യന്റെ രക്തത്തിന് ഉത്തരവാദിത്തം ഞങ്ങൾ എടുക്കുമെന്നാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷെ അതൊരു പ്രവചനം കൂടിയാണ്. അവരറിയാതെ നടത്തിയ അബോധാത്മകത്തിൽ പറഞ്ഞ ഒരു പ്രവചനം. അതായത് ക്രിസ്തുവിന്റെ രക്തം അവരുടെ മേലും അവരുടെ മക്കളുടെ മേലും വീണാൽ ആ രക്തം പ്രതികാരത്തിന് വേണ്ടിയല്ല, പാപമോചനത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ എന്താണ് ചെയ്യുന്നത് ഇവർക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ആ രക്തം വീണാൽ ആ രക്തം വഴിയാണ് രക്ഷ. അതുകൊണ്ട് അവന്റെ രക്തം വീണാൽ അവരും അവരുടെ മക്കളും രക്ഷ പ്രാപിക്കുകയാണ് ചെയ്യുക. അതറിയാതെയാണ് അവർ പറഞ്ഞത് ഈ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വീണോട്ടെ. അബോധാത്മകമായ പ്രവചനമാണത്, രക്ഷാകരമായ പ്രവചനമാണ്. അപ്പൊ ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വീഴാൻ നിങ്ങൾ ഇടയാക്കുന്നത് പറഞ്ഞാൽ ഇവരുദ്ദേശിച്ചത് ആ മനുഷ്യന്റെ രക്തത്തിന് ഞങ്ങൾ ഉത്തരവാദിയാണ്. പക്ഷേ അതിന് അബോധാത്മകമായ പ്രവചനത്തിന് അർത്ഥമുണ്ട്. ആ മനുഷ്യന്റെ രക്തം, അതായത് ഈശോയുടെ രക്തം അവരുടെ മേൽ വീണാൽ അവർ രക്ഷ പ്രാപിക്കുകയാണ് ചെയ്യുക. അവന്റെ രക്തം നമ്മുടെ മേൽ വീഴുന്നതാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാന 2 സാദൃശ്യങ്ങളിലാണ് കൊടുക്കേണ്ടത്. അച്ഛന്മാരത് കൊടുക്കാൻ തയ്യാറാകണം. 2 സാദൃശ്യം കൊടുക്കുക ഒരു പ്രയാസമില്ല. ഒറ്റ സാദൃശ്യത്തിൽ കൊടുക്കുന്ന അത്രയും നേരം തന്നെ മതി നമുക്ക് ശീലമാകുമ്പോൾ. അതുകൊണ്ട് അവന്റെ രക്തം നമ്മുടെ മേൽ വീഴണം. അത് രക്ഷാകരമാണ്. അവന്റെ രക്തം മൂലമാണ്, അവന്റെ പ്രാണൻ പകരം കൊടുത്തിട്ടാണ് നമ്മെ പാപത്തിന്റെ ശിക്ഷയായ വധശിക്ഷയിൽ നിന്ന് കർത്താവ് മാറ്റി നിർത്തിയിരിക്കുന്നത്. അത് രക്ഷാകരമാണ്. എന്നിട്ട് പറയാണ്, അപ്പോ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലേ ഈ മനുഷ്യരുടെ നാമത്തിൽ പ്രസംഗിക്കാൻ പാടില്ലെന്ന്. അതിന് പത്രസ് കൊടുക്കുന്ന മറുപടി എന്താണ്? മനുഷ്യരെയല്ല ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. മനുഷ്യരെ ദൈവത്തിന് നിരക്കാത്ത തരത്തിൽ മനുഷ്യർ പറഞ്ഞാൽ മനുഷ്യരനുസരിക്കേണ്ട കാര്യമില്ല. രാഷ്ട്രീയ നിസ്സഹകരണത്തിനും പൗരന്മാരുടെ നിയമലംഘനത്തിനും ആധാരമായി നിൽക്കുന്ന വചനമാണിത്. ഗാന്ധി ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. നിയമലംഘന പ്രസ്ഥാനം, നിയമം ലംഘിക്കുക. ഉപ്പിന് ടാക്സ് ഏർപ്പെടുത്തിയപ്പോൾ ഉപ്പുണ്ടാക്കുക, ടാക്സ് കൊടുക്കില്ലെന്നും ഞങ്ങൾ ഉപ്പുണ്ടാക്കും, ഉപ്പ് സത്യാഗ്രഹം. അപ്പൊ നിയമലംഘനം മഹാത്മാഗാന്ധി ഒരു സമരമാർഗമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായി നിസ്സഹകരണം, പൗരന്മാരുടെ നിയമലംഘനം, അതിനൊക്കെ ആധാരമായി നിൽക്കുന്ന വചനമാണിത്. മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കണം. ഈ ദൈവിക നിയമങ്ങളെ ലംഘിക്കുന്ന മാനുഷിക അധികാരികളെയോ സ്ഥാപനങ്ങളെയോ നിയമങ്ങളെയോ വിശ്വാസികൾ അനുസരിക്കരുതെന്ന് ഈ തിരുവചനം പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ നിയമങ്ങളെ ലംഘിക്കുന്ന മാനുഷിക അധികാരികളെയോ സ്ഥാപനങ്ങളെയോ നിയമങ്ങളെയോ വിശ്വാസികൾ അനുസരിക്കാൻ പാടില്ല. ദൈവിക നിയമങ്ങളോട് പൊരുത്തപ്പെടുന്ന നിയമങ്ങൾ ഉണ്ടാക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുന്നത് ക്രിസ്തീയ ദൗത്യത്തിന്റെ ഭാഗമാണ്. അബോർഷൻ അത് പാടില്ല എന്ന് സർക്കാർ നിയമമുണ്ടാക്കാൻ തക്ക വിധം നമ്മൾ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. അബോർഷൻ പാടില്ല, അത് ജീവനെതിരെയുള്ള വെല്ലുവിളിയാണ്. അങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങൾ സർക്കാരുകളെ അവർക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞ് കൊല്ലാനായിട്ട് അനുവാദമുണ്ടെന്നും പറഞ്ഞാണ് കൊടുക്കുന്നത്. കൊല്ലാൻ അവർക്ക് അധികാരമില്ല. സർക്കാർ നിയമം ഉണ്ടാക്കിയാൽ പോലീസ് നമ്മൾ അറസ്റ്റ് ചെയ്യില്ല, കോടതി നമ്മൾ ശിക്ഷിക്കില്ല. പക്ഷെ എന്ന് കരുതി ദൈവത്തിന്റെ കോടതിയിൽ നിന്ന് നമ്മൾ കുറ്റവിമുക്തരാകുകയുമില്ല. അപ്പോൾ സഭ ദൈവത്തിന്റെ നിയമങ്ങളിൽ പൊരുത്തപ്പെടുന്ന തരത്തിൽ വേണം നിയമങ്ങൾ ഉണ്ടാക്കാൻ. സർക്കാരുകൾ അങ്ങനെ നിയമങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ നമ്മുടെ അവന്റെ സ്വാധീനം ചെലുത്തേണ്ടതുണ്ട്. ഇത് വിജയിക്കുന്നില്ല എന്ന് വിചാരിക്കുക. ഈ സർക്കാരുകൾ ദൈവത്തിന്റെ നിരക്കുന്ന തരത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ സ്വാധീനം ചെലുത്തുന്നു, പ്രേരിപ്പിക്കുന്നു. അത് വിജയിക്കുന്നില്ലെങ്കിൽ ധീരമായ നിലപാടെടുക്കാൻ, അതായത് സുവിശേഷത്തിന് അനുകൂലമായ ധീരമായ നിലപാട്, സർക്കാരുകളുടെ നിയമത്തെ ലംഘിക്കുന്ന ധീരമായ നിലപാടെടുക്കാൻ തയ്യാറാകണമെന്നാണ് ഇവിടെ പറയണേ. ഈ രംഗത്ത് യഹൂദരുടെ ന്യായാധിപ സംഘം അപ്പോസ്തലന്മാരുടെ മൗനം പാലിക്കാൻ ആവശ്യപ്പെടുന്നു. ലോകം മുഴുവൻ സുവിശേഷം പ്രസംഗിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ഈ ന്യായാധിപ സംഘം പറഞ്ഞു, നിങ്ങൾ മിണ്ടിപ്പോകരുത്.
ന്യായാധിപ സംഘത്തിന്റെ അന്യായമായ തീട്ടൂരത്തെ മറികടക്കുന്ന നടപടിയാണ് പത്രോസ് സ്ലീഹന്മാരും ചെയ്തത്. ഈ യേശുവിന്റെ നാമത്തിൽ പ്രസംഗിക്കരുത് എന്നാണ് അന്ന് ന്യായാധിപ സംഘവും ഇന്ന് പല സർക്കാരുകളും പറയുന്നത്. നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ലോകത്തോട് മുഴുവൻ സുവിശേഷം പ്രസംഗിക്കുന്ന കർത്താവ് പറഞ്ഞേ. സർക്കാർ പറയണു സുവിശേഷം പ്രസംഗിക്കരുത്, കർത്താവ് പറഞ്ഞു സുവിശേഷം പ്രസംഗിക്കണം. നമ്മൾ ആരനുസരിക്കും? കർത്താവിനനുസരിക്കും. അപ്പൊ നമ്മൾ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും, കൊല്ലപ്പെടും. നമുക്കത് സാരമില്ലെന്ന് നമ്മൾ കരുതും. കത്തോലിക്ക സഭയുടെ മതബോധനം 450, 22-42 ഒക്കെ നമുക്ക് വായിക്കാം. എന്നിട്ട് പത്രോസ് പറയാ, നിങ്ങള് മരത്തിൽ തൂക്കിക്കൊന്നവനെ ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഉയർപ്പിച്ച് അവനെ കർത്താവും പ്രഭുവുമാക്കി വച്ചിരിക്കുന്നു. ഇതാണ് പത്രോസ് ലീഗ പറയുന്നത്. ഒരു സെക്കൻഡ്. നിങ്ങള് എന്റെ കമ്പ്യൂട്ടറിൽ എന്തൊരു ചെറിയ പ്രോബ്ലം വന്നതാണ്. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്നവനെ കർത്താവും പ്രഭുവുമാക്കി ദൈവം നിയമിച്ചിരിക്കുകയാണ്. മരത്തിൽ തൂക്കപ്പെട്ടവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തനാണെന്നാണ് പഴയ നിയമത്തില് മോശ അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത്. നിയമാവർത്തന പുസ്തകം 21-22. മരത്തിൽ തൂക്കപ്പെട്ടവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ്. എന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ദൈവത്തിന് മുമ്പിൽ ശാപഗ്രസ്തനല്ലെന്ന് യേശു കുരിശിൽ തെളിയിച്ചു. അതിനാൽ മോശയുടെ ന്യായപ്രമാണം കൂടാതെയാണ് കുരിശിൽ രക്ഷ സംഭവിച്ചതെന്ന് പൗലോസ് പിന്നീട് സമർത്ഥിക്കുന്നുണ്ട്. ന്യായപ്രമാണം അനുസരിച്ചല്ല കുരിശിലെ രക്ഷ. അപ്പോൾ മരത്തിൽ തൂക്കപ്പെട്ടവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണെന്ന് മോശ പറഞ്ഞത് അത് ആ വചനത്തെ മറികടക്കുകയാണ് യേശു ചെയ്തത്. എല്ലാ വചനങ്ങളെയും പൂർത്തിയാക്കുകയല്ല കർത്താവ് ചെയ്തേ. ചിലതിനെല്ലാം കവച്ചു വെക്കുകയും മറികടക്കുകയുമാണ്. അതുകൊണ്ട് ന്യായപ്രമാണം കൂടാതെയാണ്, ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്. എന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണെന്ന് ക്രിസ്തു വെളിപ്പെടുത്തി തന്റെ കുരിശുമരണത്തിലൂടെ. അതുകൊണ്ട് ന്യായപ്രമാണം കൂടാതെയാണ് ക്രിസ്തു രക്ഷ നേടിയതെന്ന് ഗലാത്യ ലേഖനം 3:13 പൗലോസിലേക്ക് പറയുന്നുണ്ട്. പക്ഷെ പത്രോസ് മറ്റൊരു കാര്യം പറയുന്നത്, തങ്ങൾ രക്ഷകന്റെ മേൽ കൈവച്ച ദൈവജനത്തിന്റെ നാണക്കേടിന്റെ ആധിക്യം അവർണ്ണനീയമാണെന്ന് മോശയുടെ ന്യായപ്രമാണം ഉപയോഗിച്ചതിന് തെളിയിക്കാമെന്നാണ് പത്രോസ് പറയണേ. അപ്പൊ ഒരേ വചനം തന്നെ പൗലോസ് ഉപയോഗിക്കുന്നതും പത്രോസ് ഉപയോഗിക്കുന്ന രണ്ട് തരത്തിലാണ്. പത്രോസ് പറയുന്നത് മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് മരത്തിൽ തൂക്കപ്പെട്ടവൻ ശാപഗ്രസ്തനാണ്. എന്നാൽ പുതിയ ഈശോയുടെ കാര്യത്തില് മരത്തിൽ തൂക്കപ്പെട്ടവൻ രക്ഷകനാണ്. അതുകൊണ്ട് മോശയുടെ ന്യായപ്രമാണം കൂടാതെയാണ് ഈശോ മനുഷ്യ രക്ഷ സാധിച്ചത്. പത്രോസ് മറ്റൊരു കാര്യം പറയണേ, രക്ഷകന്റെ മേൽ കൈവച്ച ദൈവജനത്തിന്റെ നാണക്കേടിന്റെ ആധിക്യം വർണ്ണിക്കാൻ പറ്റാത്തതാണെന്ന് മോശയുടെ ന്യായപ്രമാണം ഉപയോഗിച്ച് തന്നെ തെളിയിക്കാം. ദൈവത്താൽ ശപിക്കപ്പെട്ടെന്ന് കരുതി അവര് മരത്തിൽ തൂക്കിയ ആളെയാണ് ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചതും നമ്മുടെ പ്രഭുവായും രക്ഷകനായും നിയമിച്ചതും. പ്രഭു ആ വാക്ക് അർഹേഗോസ് എന്നാണ് ഗ്രീക്ക്. അർഹേഗോസ് നേതാവ്, നായകൻ, പ്രഭു, ഇളയ തമ്പുരാൻ, പ്രിൻസ് എന്നെല്ലാം അർത്ഥമുണ്ട്. ജീവന്റെ നായകനായ യേശു എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സ്ലീഹന്മാർ നടപടി 3:15. ജീവന്റെ നായകൻ, രക്ഷയുടെ പടനായകൻ, ക്യാപ്റ്റൻ ഓഫ് സാൽവേഷൻ എന്ന് ഹെബ്രായ ലേഖനം 2:10 പറഞ്ഞിട്ടുണ്ട്. വിശ്വാസത്തിന്റെ പ്രണേതാവ് എന്ന് ഹെബ്രായ ലേഖനം 12:2 ദ ഓഥർ ഓഫ് ഫെയ്ത്ത്. അപ്പോ രക്ഷയുടെ പടനായകൻ, വിശ്വാസത്തിന്റെ പ്രണേതാവ്, പിന്നെ ജീവന്റെ നായകൻ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് ഈ പത്രോസ് ലീഗ കർത്താവിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. എന്നിട്ട് പറയുന്നത് പ്രഭുവും രക്ഷകനും. രക്ഷകൻ എന്നുള്ള ഗ്രീക്ക് വാക്ക് സോത്തേർ. യേശു നായകനും നേതാവും കപ്പിത്താനും ആയിരിക്കുന്നത് മനുഷ്യർക്ക് രക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. യേശു നായകനാണ്, നേതാവാണ്, കപ്പിത്താനാണ്, ക്യാപ്റ്റനാണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയാ? മനുഷ്യർക്ക് രക്ഷ കൊടുക്കാൻ. അതുകൊണ്ട് രക്ഷകനാണ് അവൻ. ആ രക്ഷ ആസ്വദിക്കുന്നതോ മാനസാന്തരപ്പെട്ട് പാപമോചനം സ്വീകരിക്കുമ്പോഴാണ്. ഈ പാപമോചനം സഫലമാകുന്നത്, മൂർത്തമായിട്ട് നമ്മൾ അനുഭവിക്കുന്നത് കുമ്പസാരം എന്ന കൂദാശയിലാണ്. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന ആ കർത്താവിനെയാണ് അവൻ മരിച്ചിൽ ഉയർപ്പിച്ച് പ്രഭുവായും കർത്താവായും നിയമിച്ചത് പിതാവായ ദൈവം. അതിനാൽ ഇങ്ങനെയൊക്കെ ഉയർത്തി തന്റെ വലത്ത് കൈയാൽ
തന്റെ വലത്ത് ഭാഗത്തേക്ക് ഉയർത്തി. ദൈവപിതാവ് വലത്ത് കൈയാൽ വലത്ത് ഭാഗത്തേക്ക് ഉയർത്തി എന്ന് തർജ്ജമ ചെയ്യാം. വലത്ത് കൈയാൽ, അതായത് വലത്ത് ഭാഗത്തേക്ക്. ദൈവത്തിന് പ്രവൃത്തിയെയോ ദൈവം നൽകിയ സ്ഥാനത്തെയോ ഉദ്ദേശിക്കുന്നതാണ് ദൈവത്തിന്റെ വലത്ത് കൈയാൽ ദൈവം തന്നെ വലത്ത് ഭാഗത്തേക്ക് ഉയർത്തി. ആരെ? പുത്രൻ തമ്പുരാനെ. ദൈവം തന്റെ വലത്ത് കൈയാൽ വിജയം നേടിയെന്നോ ദൈവം തന്നെ വലത്ത് ഭാഗത്തേക്ക് യേശുവിനെ ഉയർത്തി എന്നോ അതിനർത്ഥമുണ്ടെന്നർത്ഥം. ആ വാക്യന് സ്ലീഹന്മാരുടെ നടപടി 5:31 ഞാൻ പറഞ്ഞേ. തന്റെ വലത്ത് കൈയാൽ, തന്റെ വലത്ത് ഭാഗത്തേക്ക് എന്നോ തന്റെ വലത്ത് കൈയാൽ എന്നോ അർത്ഥമാകാം. രണ്ടർത്ഥമാണ്. തന്റെ വലത്ത് കൈയാൽ ഉയർത്തി എന്ന് പറഞ്ഞാൽ ഇല്ലേ, ശക്തമായ കരം കൊണ്ട് ഉയർത്തി, അല്ലെങ്കിൽ തന്റെ വലത്ത് ഭാഗത്തേക്ക് ഉയർത്തി. മർക്കോസ് 16:19. അതുകൊണ്ട് പൗരസ്ത്യ സഭകള് പിതാവിന്റെയും പുത്രന്റെയും വലത്തുവശത്തേക്കാണ് ആദ്യം വയ്ക്കുക. കാരണം പിതാവിന്റെ വലത്തുവശത്താണ് പുത്രൻ തമ്പുരാൻ. അങ്ങനെയാണ് പൗരസ്ത്യ സഭകൾ കുരിശ് വരയ്ക്കുക. അതെല്ലാം ഈ തിരുവചനങ്ങളുടെ വെളിച്ചത്തിലാണ്. ഒരു വചനം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞങ്ങളും പരിശുദ്ധാത്മാവും സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ഞങ്ങൾ സ്ലീഹന്മാരും പരിശുദ്ധാത്മാവും. സ്ലീഹന്മാരും പരിശുദ്ധാത്മാവും ഒന്നിച്ചാണ് ക്രിസ്തു സംഭവത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഒരാളാണ് എന്ന സൂചനയും അവിടെയുണ്ട്. പരിശുദ്ധാത്മാവ് ആളാണ്, വെറും ശക്തിയല്ല. പരിശുദ്ധാത്മാവ് ആളാണ്. ഞങ്ങളും പരിശുദ്ധാത്മാവും ക്രിസ്തു സംഭവത്തിന് സാക്ഷ്യം വഹിക്കുന്നു. നമ്മള് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് സാക്ഷ്യം വഹിച്ചാലേ ക്രിസ്തു സംഭവത്തിനുള്ള സാക്ഷ്യമാകും. പരിശുദ്ധാത്മ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ചെയ്താൽ അത് ക്രിസ്തു സംഭവത്തിലുള്ള സാക്ഷ്യമായിട്ട് മാറില്ല. നമ്മളും പരിശുദ്ധാത്മാവും ഒരേ സാക്ഷ്യം നൽകണം. ചുരുക്കത്തില് പത്രോസ് അവരെ തടവിലാക്കി. കർത്താവിന്റെ മാലക അവരെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. എന്നിട്ട് ദേവാലയത്തിൽ പോയി പ്രസംഗിക്കാൻ പറഞ്ഞു. ദേവാലയത്തിൽ പോയി പ്രസംഗിച്ചു. അവര് പറഞ്ഞു നിങ്ങളോട് പ്രസംഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞതല്ലേ. പക്ഷേ മനുഷ്യര് പറയുന്നത് കേൾക്കണോ ദൈവം പറയുന്നത് കേൾക്കണോ, അത് തമ്മിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ ദൈവത്തിന് അനുകൂലമായി തീരുമാനം എടുക്കണം എന്നൊക്കെയാണ് പറയണേ. നിങ്ങൾ എൻ്റെ ഈ ലിറ്റററിയെ കുറിച്ചുള്ള നിലപാടുകളാണെങ്കിലും മറ്റ് നിലപാടുകളാണെങ്കിലും നിങ്ങൾ കണ്ടു കാണും. ഈ എല്ലാവിടെയും ഇതേ ഒരു നിലപാടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ ധിക്കരിക്കാൻ കൽപ്പനകൾക്കെതിരായി ദൈവഹിതത്തിനെതിരായി ഏത് മാനുഷിക അധികാരികൾ പറഞ്ഞാലും അനുസരിക്കരുത് എന്നാണ് ഞാൻ പറയണേ. അതേസമയം ദൈവഹിതത്തിനനുസരണമായി തിരുവചനത്തിനനുസരണമായി കത്തോലിക്ക സഭയുടെ നിലപാടുകൾക്ക് അനുസരണമായി മേലധികാരി തീരുമാനം പറഞ്ഞാൽ അതനുസരിക്കും വേണം. അപ്പോ ചില ഘട്ടങ്ങളിൽ മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടി വരും. ചില ഘട്ടങ്ങളിൽ ഇപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, വിമത വൈദികരെ നിങ്ങൾ അനുകരിക്കരുത്, അനുസരിക്കരുത്. എന്നിട്ട് വിമത വൈദികർക്ക് അനുകൂലമായി ചില മെത്രന്മാർ നടപടിയെടുക്കുമ്പോൾ അവർ അനുസരിക്കണമെന്ന് പറഞ്ഞ് ശരിയാണോ? അപ്പോൾ മാണിപ്പറമ്പിലച്ചൻ 2 തരത്തിൽ പറയുന്നു. അനുസരണമാണ് ബലിയേൽക്കൽ ശ്രേഷ്ഠമെന്ന് പറയുന്ന ആള് ഇവിടെ അനുസരിക്കരുതെന്ന് പറയണു. അങ്ങനെ തന്നെയാണ്. ചില ഘട്ടങ്ങളിൽ അനുസരണമല്ല ശരി, ധിക്കാരമാണ് ശരി. ദൈവഹിതത്തിനും ദൈവകൽപ്പനയ്ക്കും വിരുദ്ധമായിട്ട് ആര് കൽപ്പിച്ചാലും അതനുസരിക്കരുതെന്നാണ്. അപ്പോൾ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും, രക്തസാക്ഷിയാകേണ്ടി വരും. ആ ധീരതയാണ് കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എപ്പോൾ അനുസരിക്കണം, എങ്ങനെ അനുസരിക്കണം, ആരെ അനുസരിക്കണം, അതിനെല്ലാം ചില വ്യവസ്ഥകൾ കർത്താവ് വെച്ചിട്ടുണ്ട്, സ്ലീഹന്മാർ വെച്ചിട്ടുണ്ട്. ഞാൻ ആവർത്തിക്കുക, യഹൂദന്മാരുടെ മേലധികാരികളാണ് പറഞ്ഞത് യേശുവിന്റെ നാമത്തിൽ മിണ്ടിപ്പോകരുത്. അപ്പോ പത്രോസ് പറയാ, ഞങ്ങളുടെ കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? ലോകത്തോട് മുഴുവൻ സുവിശേഷം പ്രസംഗിക്കാനാണ്, യേശുവിന്റെ നാമം പ്രസംഗിക്കാനാണ്. അപ്പോ ക്രിസ്തു പറഞ്ഞിരിക്കുന്നു പ്രസംഗിക്കാൻ. നിങ്ങൾ പറയുന്നു പ്രസംഗിക്കരുത്. ഞങ്ങൾ ആരനുസരിക്കണം? ദൈവത്തെ അനുസരിക്കണോ അതോ ദൈവത്തെ ധിക്കരിക്കുന്ന നിങ്ങൾ അനുസരിക്കണോ? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്, അന്നും ഇന്നും എപ്പോഴും. ഇതൊന്നും അറിയാതെ ഒരു ബ്ലണ്ടായിട്ട് മറുപടികൾ പറയരുത്. ഓരോ സാഹചര്യത്തിലും സന്ദർഭത്തിലുമാണ് നമ്മൾ ഒരു കാര്യം പറയുന്നത്. സന്ദർഭത്തിന് വളച്ചൊടിച്ചിട്ട് അടത്തി മാറ്റിയിട്ട് വളച്ചൊടിച്ച് മനുഷ്യരെ നാണം കെടുത്താം. പക്ഷേ അതൊരു രക്തസാക്ഷിത്വമാണ്. ഇല്ലേ, നിങ്ങൾ എന്നെ നാണം കെടുത്തുകയോ അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നവർ നാണം കെടുത്തുകയോ ചെയ്താൽ ഞങ്ങളൊരു രക്തസാക്ഷികളാകുകയാണ്. കാരണം ഞങ്ങളുടെ സൽപ്പേര് ഇല്ലാണ്ടാക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ പിശാചിന്റെ പക്ഷത്തായി മാറും. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചിട്ട് പറയുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ വെറുതെ പരിശുദ്ധാത്മാവിനെതിരായുമ്പോൾ പാപം ചെയ്യുന്നൊരു അവസ്ഥയുണ്ടാകും. അങ്ങനെ ഉണ്ടാകാതിരിക്കണം. ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറയണേ. കാര്യങ്ങൾ സത്യം അറിഞ്ഞിട്ട് പറയാനായിട്ട് ശ്രമിക്കുക. വെറും ഭാവനയും പിന്നെ സന്ദർഭം നടത്തി മാറ്റിയുള്ള ആരോപണങ്ങളും ചെയ്യാതിരിക്കുക. ദൈവത്തെ അനുസരിക്കണം. മനുഷ്യരനുസരിക്കേണ്ടതുണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇല്ല.
ഈ ഒരു സന്ദേശം പത്രോസ് നമ്മളോട് പറയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കർത്താവ് ഈശോമിശിഹായെ നിയമിച്ച ആദ്യത്തെ മാർപ്പാപ്പയുടെ പ്രബോധനമാണ്. എല്ലാ മാർപ്പാപ്പന്മാർക്കും, എല്ലാ മെത്രാന്മാർക്കും, എല്ലാ വൈദികർക്കും, എല്ലാ അൽമായർക്കും ബാധകമായ പ്രബോധനം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൊണ്ട് ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.